എന്റെ മുന്നേ ഇതൊക്കെ ദേവിയുടെ ഒരു അനുഗ്രഹമില്ലാതെ ഒരു കലാകാരനും ഇത്ര മനോഹരമായിട്ട് കൊത്തിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശ്രീകാന്ത് പി വിശ്വം എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ചെയ്തൊരു ആർട്ട് വർക്കാണ്. ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാൻ ഒരു വ്യക്തിയാണ് ഈ ശ്രീകാന്തിനെ സമീപിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ചിത്രം, ദേവിയുടെ ഒരു പഴയ ചിത്രമാണ്, അത് കൊടുത്തു. അതിനുശേഷമാണ് വ്രതനിഷ്ഠയോടുകൂടി ഈ ഒരു ശ്രീകാന്ത് ഈ ഒരു ശില്പ നിർമ്മാണം ആരംഭിച്ചത്. ഭദ്രകാളിയുടെ ഉഗ്ര രൂപത്തിലുള്ള ഒരു ശില്പമാണ് തീർത്തിരിക്കുന്നത്. ദേവി ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, അതുപോലെ 16 കൈകളും ഒക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു ശില്പമാണ് ഈ ശ്രീകാന്ത് ചെയ്തിരിക്കുന്നത്. ശ്രീകാന്തിന്റെ കഴിവെന്ന് പറഞ്ഞാൽ അത് ഒരു ദൈവീകമായി കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് തന്നെ വേണം പറയാൻ. അതിമനോഹരമായിട്ട് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ശില്പനിർമ്മാണങ്ങളാണ് ഈ ഒരു കലാകാരൻ ചെയ്യുന്നത്. ആള് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ സ്വദേശിയാണ്. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രീകാന്ത് നമുക്ക് പറഞ്ഞു തരും കാര്യങ്ങൾ. ശ്രീകാന്തിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. ശ്രീകാന്ത് ഈ ശില്പത്തെക്കുറിച്ച്, ഈ ശില്പ നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. കേൾക്കാം. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ചെയ്ത ഒരു ദേവീ വിഗ്രഹമാണ്. ഭദ്രകാളി സങ്കല്പത്തിലാണ് ശില്പം വരിക. ലക്ഷ്മണത്തെ വരിക്കപ്ലാവിന്റെ അടിയിലാണ് 3 അടി ഉയരത്തിലാണ് ശില്പം ചെയ്തിരിക്കുന്നത്. 16 കൈകളോട് കൂടി 16 കൈകളിലും ആയുധ വിന്യാസങ്ങളോട് കൂടിയ ഭദ്രകാളി സങ്കല്പമാണ്. ഉഗ്രരൂപത്തോടെയാണ് മുഖം വരുന്നത്. ദേവിയുടെ തേറ്റ വരുന്നുണ്ട്, 2 ദംശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 16 കൈകളാണ് അതിന്റെ ഒരു പ്രത്യേകത. 16 കൈകളും ആയുധങ്ങളോടുകൂടി വേതാളിയുടെ പുറത്തേറിയിരിക്കുന്ന രൂപത്തിലാണ് ശില്പം വരുന്നത്. അപ്പോൾ തടി കണ്ടെത്തുന്നതിനൊക്കെ നമ്മൾ അതിന് ലക്ഷണം നോക്കിയിട്ടാണ് തടി എടുക്കുന്നതും അത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ അതിന്റെ ഒരു സമയം അനുസരിച്ചാണ്. പിന്നെ ശില്പം വരുന്നത് നമ്മൾ ശില്പം ചെയ്യുന്നത് താലപ്രമാണം അനുസരിച്ചാണ് വരുന്നത്. അതിന് ശില്പശാസ്ത്രപരമായിട്ടുള്ള കണക്കുകളാണ്. അപ്പോൾ അതിലാണ് ആ ഒരു കണക്കിലാണ് നമ്മൾ ഈ ഒരു വിഗ്രഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വിഗ്രഹം ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഒരു വ്രതനിഷ്ഠയോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ദേവീ വിഗ്രഹം ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് സമർപ്പിക്കുന്നതായതുകൊണ്ട് കൃത്യമായ വ്രതനിഷ്ഠയോട് കൂടിയാണ് ശില്പം ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു സ്കെച്ച് വരയ്ക്കും. സ്കെച്ചിന് ശേഷമാണ് തടിയിലേക്ക് അത് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ തടിയിൽ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഔട്ട്ലൈൻ ആദ്യത്തെ ഒരു വർക്കിൽ തന്നെ അത് മാഞ്ഞ് പോകും. പിന്നീട് നമ്മുടെ മനസ്സിലുള്ള രൂപം തടിയിലേക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണ്. അത് ഒരു വലിയൊരു പ്രോസസ്സാണ്. അതൊരു ഫിനിഷിങ്ങിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ വരുന്നൊരു മുഹൂർത്തമാണത്. ഈ വിഗ്രഹം ചെയ്തിരിക്കുന്നത് കൂത്താട്ടുകുളം കാക്കൂർ ആമ്പശ്ശേരിക്കാവ് ക്ഷേത്രത്തിലേക്കാണ്. ഒരു വ്യക്തി സമീപിച്ചാണ്. വ്യക്തിയുടെ പേര് ശ്യാം എന്നാണ്. അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് അദ്ദേഹം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനന്തശയന വിഗ്രഹം ചെയ്യുന്നുണ്ട്. ഒരു നരസിംഹമൂർത്തിയുടെ വിഗ്രഹം ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വിഗ്രഹത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.